കലശങ്ങളുടെ ഒരു വർഷങ്ങൾ തന്നെ ദൈവം തന്റെ ക്രോധ കലശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വർഷിക്കുന്നു, എറിയുന്നു. അത് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം പഠിച്ചത് വളരെ പെട്ടെന്നൊന്ന് ഓർത്ത് മുൻപോട്ട് പോകാം. ഒത്തിരി സമയങ്ങൾ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. ഒന്ന്, 2-ാമത്തെ വാക്യം അനുസരിച്ച് 16-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ ക്രോധകലശം 1-ാമത്തെ ദൂതൻ ഭൂമിയുടെ മേൽ എറിയുന്നു. അപ്പോൾ മൃഗത്തിന്റെ ആരാധകരായിരിക്കുന്നവരുടെ മേൽ വൃണങ്ങൾ, ദുർവൃണം, വല്ലാത്ത ദുർവൃണം ഉണ്ടാകുന്നു. കരിയാത്ത ദുർവൃണം ഉണ്ടാകുന്നു. വേദന കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം 1-ാമത്തെ ദൂതൻ ആ ക്രോധകലശം എറിഞ്ഞപ്പോൾ. 2-ാമത്തെ ദൂതൻ തന്റെ ക്രോധകലശം കടലിന്മേലാണ് എറിയുന്നത്. അവിടെ രക്തം, കടൽ അഥവാ കടലിലെ വെള്ളം രക്തമായി തീരുന്നു, മരണങ്ങൾ സംഭവിക്കുന്നു. 3-ാമത്തെ ദൂതൻ 4-ാമത്തെ വാക്യം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3-ാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലുമാണ് ഒഴിച്ചത്. വീണ്ടും വെള്ളം അഥവാ നദികളിലൂടെയും നീരുറവുകളെയും വെള്ളം രക്തമായി തീരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളത് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ഇത്രമാത്രം കൃത്യമായി ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ശിക്ഷ അയക്കുന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. 16-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാനാകും. ശ്രദ്ധിക്കണേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാനാകും. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട്, ആ പദപ്രയോഗം ശ്രദ്ധിക്കുക, അവർ പണ്ട് ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിക്കുവാൻ കൊടുത്തു. ശ്രദ്ധിച്ചോ, കടലിലെ വെള്ളം രക്തമായി തീർന്നു, നദികളിലെയും നീരുറവുകളിലെയും വെള്ളം രക്തമായി തീർന്നു. നീ അവർക്ക് രക്തം കുടിക്കുവാൻ കൊടുത്തു, അതിനവർ യോഗ്യർ തന്നെ. 7-ാം വാക്യം, ഔവണ്ണം യാഗപീഠവും അതെ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. എന്തുകൊണ്ട് ഇത്രമാത്രം കഠിനമായിരിക്കുന്ന ശിക്ഷാവിധി നൽകി എന്നുള്ളതിന്റെ ഉത്തരമാണ് 5, 6, 7 വാക്യങ്ങളിൽ നാം വായിച്ചത്. അതിനുശേഷം 4-ാമത്തെ ദൂതൻ തന്റെ ക്രോധ കലശം എറിയുന്നത് സൂര്യനിന്മേലാണ്. 8ഉം 9ഉം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ആ പദപ്രയോഗം ശ്രദ്ധിക്കണേ, മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ 4-ാമത്തെ കാര്യങ്ങൾ അഥവാ 4-ാമത്തെ ദൂതൻ തന്റെ ക്രോധ കലശം സൂര്യനിലാണ്. ശ്രദ്ധിക്കണേ, ഈ ഒരു കോണ്ടെക്സ്റ്റ് വളരെ ശ്രദ്ധിക്കണം. ഇതിന് വളരെയധികം ബാലൻസ് ആയിട്ടാണ് 8-ാമത്തെ അധ്യായത്തിൽ നാം പല കാര്യങ്ങൾ ഇതുപോലെ തന്നെ കാണും. ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ കോപം, കടലിന്മേൽ ദൈവത്തിന്റെ കോപം, നദികളിലും നീരുറവകളിലും ദൈവത്തിന്റെ കോപം, സൂര്യനിൽ ദൈവത്തിന്റെ കോപം. നമ്മള് ഈ സൂര്യനിൽ ദൈവത്തിന്റെ 4-ാമത്തെ ദൂതൻ തന്റെ കോപ കലശങ്ങൾ എറിയുമ്പോൾ സൂര്യൻ എന്ത് സംഭവിച്ചെന്ന് നാം വായിക്കുന്നത്, സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യ അത്യുഷ്ണത്താൽ വെന്തുപോയി. ആ പദപ്രയോഗം ശ്രദ്ധിച്ചോ, വളരെ ശക്തമായിരിക്കുന്ന ഒരു 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 പദപ്രയോഗമാണ്. 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലും ഓൾമോസ്റ്റ് ഈ ഒരു നിലയിലുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പ്രത്യേകമായിരിക്കുന്ന കാര്യം, ഈ സൂര്യനിൽ നിന്ന് വെന്തുപോയി എന്ന് നാം വായിക്കുമ്പോൾ ഇവിടെ ഇത് അവസാന ഭാഗങ്ങളാണ്. ശ്രദ്ധിക്കണം, ദൈവകോപത്തിന്റെ 3-ാമത്തെ അഥവാ അവസാനത്തേതായിരിക്കുന്ന ക്രോധ കലശം ദൈവം പാപത്തിനെതിരെ ദേശത്തേക്ക് അയക്കുകയാണ്, എറിയുകയാണ്, ഒഴിക്കുകയാണ്. സൂര്യൻ കത്തുന്ന ചൂട് നൽകി
അത്യുഷ്ണത്താൽ വെന്തുപോകുന്ന ഒരവസ്ഥ. ദൈവത്തിന്റെ ആത്മാവ് മറ്റെവിടെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ ഇങ്ങനെ? വളരെ പെട്ടെന്ന് പഴയ നിയമത്തിന്റെ അവസാന പുസ്തകമായിരിക്കുന്ന മലാക്കി പ്രവചനത്തിലേക്ക്, ഇത് നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വാക്യമാണ്, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എത്ര കൃത്യമായിട്ടാണ് അറിയാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, പ്രത്യേകിച്ച് നമ്മൾ സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ, നമ്മൾ കൺവെൻഷൻ ആയിക്കൊള്ളട്ടെ, പരസ്യ പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ, മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പൊതുവെ ദൈവദാസന്മാർ, സുവിശേഷം പറയുന്ന പ്രിയപ്പെട്ടവർ വിളിച്ചു പറയാറുള്ള ഒരു വാക്യമാണ്. അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കണേ. നമ്മുടെ വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ കാര്യം ഇപ്പൊ ഓർപ്പിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ശ്രദ്ധിച്ചോ? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും, ഇത് വർഷങ്ങൾക്ക് മുൻപ്, ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ ആത്മാവ് മലാക്കി പ്രവാചകനിലൂടെ തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ അറിയിച്ച ഒരു വാർത്തയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇനി നമുക്ക് ആ 16-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 4-ാമത്തെ ദൂതൻ 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, 4-ാമത്തെ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ആ പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു. ദൈവം തന്റെ ദാസനിലൂടെ മുന്നമേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവസന്നിധിയിലേക്ക് മടങ്ങാതിരുന്ന, ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിച്ചാൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ദഹിപ്പിക്കുന്ന ചൂള പോലെ കത്തുന്ന ഒരു ദിവസം സംഭവിച്ചുകൊണ്ട് 16-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ക്രോധ കലശത്തിലൂടെ അത് സൂര്യന്റെ മേൽ ഒഴിച്ച് നഷ്ടപ്പെടുന്ന, വെന്തുപോകുന്ന തീയുടെ അനുഭവം. എന്നൊരു ആശ്വാസമുണ്ട്. ഈ 4-ാം അധ്യായത്തിന്റെ മലഖായി ചാപ്റ്റർ 4 വേഴ്സ് 2, മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അത് നമുക്കൊരു ആശ്വാസം നൽകുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, ഇത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാണ്, നിങ്ങൾക്കോ എന്ന് പറയുന്ന സഭയല്ല ഇവിടുത്തെ വിഷയം എന്ന് ഞാനൊന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും, നിങ്ങളും പുറപ്പെട്ടു. ഇത്ര മാത്രം നമുക്ക് മനസ്സിലാകും. എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. 3-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിച്ചോട്ടെ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീർ ആയിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യും. ദൈവം തന്റെ ന്യായവിധി പണ്ട് മുതലേ അയക്കുമ്പോൾ, ഞാൻ ആവർത്തിച്ചൊരു വാക്കം പറയുന്നുണ്ട്, അതിന്റെ മധ്യത്തിൽ ഒരു കൃപയുടെ സമയവും ദൈവം നൽകുന്നു. അത് ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് ഓർപ്പിക്കുന്നതാണ്, ദൈവം തന്റെ ന്യായവിധി അയക്കുന്നു. ശക്തമായിട്ട് പാപത്തിനെതിരെ ദൈവം പ്രതികരിക്കുന്നു. എന്നാൽ അതിന്റെ എല്ലാ അവസരങ്ങളിലും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള അവസരങ്ങളും ദൈവം നൽകുന്നു. അത് ദൈവത്തിന്റെ ഒരു വലിയ കരുണയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രയോ പ്രാവശ്യം സുവിശേഷം കേട്ടതിന് ശേഷമായിരിക്കാം, വേണ്ട എന്ന് വെച്ചതിന് ശേഷമായിരിക്കാം നമ്മളിൽ പലരും കർത്താവിങ്കിലേക്ക് വരുവാനുള്ള അവസരം ഉണ്ടായി. കർത്താവിന്റെ കരുണ എത്രയോ ആ കരുതൽ നമ്മളെ കുറിച്ചുള്ള ദൈവീക പദ്ധതി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു നിലയിലായിരിക്കാനാണ് കർത്താവിനെ ആക്കിയത്. അതുകൊണ്ട് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു,
നാം വീണ്ടും വീണ്ടും വളരെയധികം ബേർഡനോടുകൂടെ ഇതൊരു സുവിശേഷം അറിയിക്കുന്നത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം, നമ്മുടെ സഭയുടെ ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ യൂണിറ്റിന്റെ ഒരു പരിപാടിയാണ്. ഇതൊരു പരിപാടിയല്ല. ഞാൻ ആ പദപ്രയോഗത്തെ ഒന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു പരിപാടിയല്ല. ദൈവം എന്റെ പ്രിയപ്പെട്ടവർ, നമ്മളുടെ പ്രിയപ്പെട്ടവർ കർത്താവില്ലാതെ പോകുന്ന ആ എരിയുന്ന ആ ബേർഡൻ, ആ വലിയ ആ ബേർഡനോടുകൂടെ ദൈവസന്നിധിയിൽ അഥവാ ദൈവവചനവുമായി മനുഷ്യരുടെ മുൻപിൽ അത് വിളിച്ചു പറയുക, അഥവാ അവരെ ഓർപ്പിക്കുന്ന ആ വലിയ ബേർഡൻ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവസഭയ്ക്ക്, എനിക്ക്, നമുക്കുണ്ടാകും. നമ്മൾ സുവിശേഷം പറയുമ്പോൾ കർത്താവ് ഇന്നല്ലെങ്കിൽ ഇന്ന് മാനസാന്തരത്തിന്റെ ദിവസമാണ്. ടുഡേ ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ഇന്നാണ് മാനസാന്തരത്തിന്റെ ദിവസം. കർത്താവിങ്കിലേക്ക് തിരിയട്ടെ എന്നുള്ള വലിയ ചിന്തയോടുകൂടെ, ആത്മഭാരത്തോടുകൂടെ സഭയായിട്ട് വളരെ പ്രാർത്ഥനയോടും വളരെ താഴ്മയോടും വളരെയധികം ആ ഒരു ആത്മഭാരത്തോടും നാം കർത്താവിന്റെ സാക്ഷികളാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും. ഇന്നല്ലെങ്കിൽ നാളെ അനേക കർത്താവിനെ അറിയുവാനായിട്ടുള്ള ആ സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കും. ഞാനത് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വീണ്ടും 16-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയാകട്ടെ. നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ കർത്താവിന്റെ സാക്ഷ്യം, ഇങ്ങനെയുള്ള ശക്തമായിരിക്കുന്ന ഒരു അനുഭവം, ഇവിടെ ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ 4-ാമത്തെ ദൂതൻ സൂര്യനിൽ ആണ് തന്റെ ക്രോധ കലശം ഒഴിക്കുന്നത്. ഓൾറെഡി ഇത്രമാത്രം അത്യുഷ്ണത്താൽ വെന്തുപോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരാഗ്രഹിക്കുന്ന എന്താണെന്നറിയാം. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഓർത്തു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇത്രമാത്രം ചൂടേറിയ സാഹചര്യത്തിൽ, വെന്തുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഉള്ളപ്പോൾ അവരാഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, ചില കുടിക്കാൻ വെള്ളം വേണം. പക്ഷെ സംഭവിച്ച എന്താണെന്നറിയാം. കുടിക്കുന്ന എന്തായിരിക്കും? അവർ കുടിച്ചിട്ടുണ്ടാവും, കുടിച്ചു എന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രക്തമായിരിക്കുന്ന വെള്ളം. അവർക്ക്, നമുക്കാണ് വെള്ളം, പക്ഷെ അവര് കുടിച്ചത് രക്തമാണ്. മറ്റൊരു ചോയ്സ് ഇല്ല. ശ്രദ്ധിച്ചോ? ഇത്രമാത്രം ബേണിംഗ് ഹീറ്റിന്റെ സമയത്തെ ഒരു മനുഷ്യന്റെ ആഗ്രഹം ഒരിത്തിരി വെള്ളം കുടിക്കാനായിട്ട് ലഭിച്ചിരുന്നെങ്കിൽ അവർ വെള്ളം കുടിച്ചു. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിച്ച എന്താണെന്നറിയാമോ? നീ അവർക്ക് രക്തം കുടിക്കുവാൻ കൊടുത്തു. ദൈവത്തിന്റെ ന്യായവിധിയുടെ ആ ന്യായം വിധിക്കുന്നതിലും നീതിമാനായിരിക്കുന്ന ദൈവം. അതിന്റെ കാരണം വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട്. ഇന്നും ദൈവമക്കൾക്കെതിരെ സമാധാനത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ദൈവജനം. അത് ലോകത്തിൽ എവിടെ. അതിനിടയ്ക്ക് ആരെങ്കിലും വ്യത്യസ്ത സ്വഭാവം കാണിച്ചുവെങ്കിൽ അത് മറ്റൊരു കാര്യം. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ദൈവവചനത്തെയും ദൈവത്തെയും ഭയക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ സമാധാന പ്രിയന്മാര് തന്നെയാണ്. നമ്മൾ ആരോടും വഴക്കുണ്ടാക്കാനും അടിക്കാനും പിടിക്കാനും, ആരെങ്കിലും ഇടയ്ക്ക് പോയെങ്കിൽ അത് വേറൊരു സംഗതി. ജനറലി ലോകത്തുള്ള എല്ലാ ദൈവമക്കളും, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയട്ടെ, ഏതൊരു നിലയിലുള്ളവരാണെങ്കിലും സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ വേദനപ്പെടുന്നത്, ജനത്തെ കൊല്ലുന്നത് ദൈവമക്കളായതുകൊണ്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സമാധാനപ്രിയന്മാരായിട്ട് ജീവിക്കുന്ന നമുക്കെതിരെയാണ്. നമ്മളെന്ന് പറയുമ്പോൾ നാം ന്യൂസുകളിലൂടെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവസഭകൾ, സ്ഥലം സഭകൾ, ഹോളുകൾ നശിപ്പിക്കുന്നു, ദൈവജനത്തെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, തലയറക്കുന്നു, വെട്ടുന്നു, വെടിവെക്കുന്നു, ജയിലിൽ അടയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്തെല്ലാം നിലകളിലുള്ള വേദനകൾ, ദുഃഖങ്ങൾ ദൈവജനത്തിന് നൽകുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. നീതി, ന്യായം വിധിക്കുന്നതിൽ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. തന്റെ ഭക്തന്മാരുടെ, തന്റെ കുഞ്ഞുങ്ങളുടെ വേദനകൾ കണ്ട് തക്കതായിരിക്കുന്ന നിലയിൽ മറുപടി നൽകുന്ന ഒരു ദിവസം, എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
കർത്താവ് വെച്ചിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതിന് രണ്ട് സംശയം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ പഠനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ടല്ലോ. വളരെയധികം കഠിനമായിരിക്കുന്ന ന്യായവിധികൾ പോലും ഇതൊക്കെ സംഭവിച്ചിട്ടും മറ്റൊരു കാര്യം കൂടി ഇവിടെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവരെന്ത് ചെയ്തില്ലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തിങ്കലേക്ക് അവർ ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ആ പദപ്രയോഗം ഒന്ന് ഓർക്കണേ. ആവർത്തിച്ച് ആ കാര്യം ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവരെന്ത് ചെയ്തില്ല? അവര് മാനസാന്തരപ്പെട്ടില്ല. ഇനി നമുക്ക് അഞ്ചാമത്തെ ദൂതന്റെ ആ ഭാഗത്തേക്ക് കടന്നു പോകാം. ശ്രദ്ധിക്കട്ടെ, അഞ്ചാമത്തെ വേഴ്സസ് 8 and 10 and 11, 10-11 വാക്യം. അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. ശ്രദ്ധിക്കണേ, ഈ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു, അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. ഒന്ന് ചിന്തിച്ച് വായിക്കേണ്ട ഭാഗങ്ങളൊക്കെയാണ്. അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു, അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. ആ ഏത് രാജ്യം? മൃഗത്തിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. പൂർണ്ണമായിരിക്കുന്ന മറ്റൊരു സാഹചര്യത്തിലേക്കാണ് ഇത് എത്തിച്ചേർന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നു അത്? പൂർണ്ണമായിരിക്കുന്ന മറ്റൊരു മൃഗത്തിന്റെ സിംഹാസനം. എന്താ ഈ മൃഗത്തിന്റെ സിംഹാസനത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം. മൃഗത്തിൻ്റെതായിരിക്കുന്ന ആ മൂർത്തികളെ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ ആരാധിക്കുക, അതിന് മഹത്വം കൊടുക്കുക. അതേ കറക്റ്റ് സ്ഥാനത്ത് തന്നെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ ന്യായവിധി ഒഴിക്കുക. ആ മൃഗത്തിന്റെ ന്യായാസനത്തിൽ, മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ദൂതൻ അഞ്ചാമത്തവൻ തന്റെ ക്രോധ കലശം ഒഴിച്ചു, അപ്പോൾ രാജ്യം ഇരുണ്ടുപോയി. വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ കഴിയുന്ന അതേ സംഗതിയാണ് 9ാമത്തെ ബാധയെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിന്റെ 10ാമത്തെ അധ്യായം. ഇത് നമുക്കറിയാവുന്നത് കൊണ്ട് വീണ്ടും നമ്മളെ സമയം സേവ് ചെയ്യുവാൻ ഞാൻ ഇച്ചിരി സ്പീഡിൽ പോവുകയാണ്. മൃഗത്തിന്റെ സിംഹാസനത്തിൽ ഒഴിച്ചു ഒരു ബാധ. പുറപ്പാട് പുസ്തകം 10ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെ 9ാമത്തെ ബാധ കൂരിരുട്ടെന്നായിരുന്നു. ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത് നിൽക്കുന്നവർക്ക് പോലും കാണുവാൻ കഴിയാത്ത നിലയിൽ, മുട്ടിയാൽ പോലും കാണുവാൻ കഴിയാത്ത സാഹചര്യമുള്ള ക്രൂരമായിരിക്കുന്ന കൂരിരുട്ട്. 9ാമത്തെ ബാധയെ കുറിച്ചാണ് നമ്മളത് ഓർത്തത്. വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ആ ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. എവിടെയാണ് കൂരിട്ടുണ്ടായെന്ന് അറിയാമോ? ശ്രദ്ധിക്കണേ. 9ാമത്തെ ബാധ പുറപ്പാട് പുസ്തകം 10ാം അധ്യായത്തിൽ കൂരിട്ട് അന്ന് ഉണ്ടായത് എവിടാണെന്ന് അറിയാമോ? ഒന്ന് ബൈബിൾ സ്റ്റഡിയാ ഞാൻ ചോദിക്കുന്നത്. നമ്മളൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മാത്രം കേട്ട് പോകാതെ ആരെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ, ആ കൂരിട്ട് അന്ന് ഉണ്ടായത് എവിടാ? മിസ്രൈമില്. ആർക്കെങ്കിലും ഒന്നുകൂടെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത്, ഡാഡി പറഞ്ഞ മിസ്രൈമിൽ തന്നെയാ, അതിന് മറ്റങ്ങളൊന്നുമില്ല. എന്നാ എവിടെയെങ്കിലും വെളിച്ചം ഉണ്ടായിരുന്നോ? ഞാനിത് ഒന്ന് ചിന്തിക്കാനായിട്ടാണ് ഒന്ന് പറഞ്ഞത്. മിസ്രൈമിൽ തന്നെയാണ്. വേറെ എന്തെങ്കിലും അതിനോടൊന്ന് ആഡ് ചെയ്യാനായിട്ട് പറയാം പറ്റുമോ? നമ്മള് പുറപ്പാട് പുസ്തകം 10ാം അധ്യായത്തിലെ എന്താണ് ഷൈൻ ബ്രദറെ? ഇസ്രായേലിന്റെ ദേശം ഒഴികെയുള്ള ഭാഗത്ത്. അവിടെയാണ് അതിന്റെ എംഫസിസ്. വളരെ ശ്രദ്ധിക്കണേ. പുറപ്പാട് പുസ്തകം 10ാം അധ്യായത്തില് 9ാമത്തെ ബാധ അയച്ച് കൂരിരുട്ട് നൽകുമ്പോൾ
ഒരു കാര്യം ഡാഡി പറഞ്ഞു മിസ്രൈമിൽ തന്നെ. അത് മിസ്രൈമ്യർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ വെളിച്ചം ഉണ്ടായിരുന്നു? തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ താമസിക്കുന്നിടത്ത് അവർക്ക് വെളിച്ചം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചാണേ, വളരെ ശ്രദ്ധിക്കണം ഈ ഒരു പദപ്രയോഗം. തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ താമസിച്ച സ്ഥലത്ത് അവർക്ക് വെളിച്ചമുണ്ട്. എന്നാൽ മിശ്രദേശത്ത് കൂരിരുട്ട്. ഇവിടെ ഒന്ന് നോക്കിക്കേ. നമ്മൾ ഇപ്പം വായിച്ച ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 5-ാമത്തവൻ, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 10-ാമത്തെ വാക്യം. 5-ാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം, ഏതിന്റെ രാജ്യം? മൃഗത്തിന്റെ സിംഹാസനം അഥവാ രാജ്യം. രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചോണേ. രാജ്യങ്ങൾ അഥവാ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇരുട്ടുണ്ടായി എന്ന് വ്യാഖ്യാനിക്കരുത്. എവിടെയാണ് കറക്റ്റായിട്ട് ദൈവത്തിന്റെ കോപം? മൃഗത്തിന്റെ സിംഹാസനം ഇരിക്കുന്നിടത്ത് അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ കറക്റ്റാണ്. മിസ്രൈമിലെ 9-ാമത്തെ ബാധ അയക്കുമ്പോൾ മിശ്രദേശത്ത് ഇരുട്ടായിരുന്നു, തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വെളിച്ചമുണ്ടായിരുന്നു. ഇവിടെ മൃഗത്തിന്റെ സിംഹാസനം ഇരുണ്ടുപോയി, നാം വെളിയില് വെളിച്ചമുണ്ടായിരുന്നു, ലോകത്തിന് വെളിച്ചമുണ്ടായിരുന്നു. അവിടെ മഹോപദ്രവം തന്നെയാണ് നടക്കുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഹിറ്റാക്കപ്പെട്ട സ്ഥലം, ഹിറ്റായത് മൃഗത്തിന്റെ രാജ്യമാണ്. എന്തിനാണെന്നറിയാം ഞാൻ ഇങ്ങനെ എംഫസൈസ് ചെയ്ത് എന്തിനാണെന്നറിയാം. മറ്റിടത്തെല്ലാം വെളിച്ചമുണ്ട്. ഈ അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ കാണിച്ച് മനുഷ്യനെ സാത്താനെ സേവിക്കുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട്, അവന്റെ ബിംബത്തിന്റെ മുൻപിൽ കുമ്പിടണമെന്ന് പറഞ്ഞ സിംഹാസനത്തിൽ ഇരുട്ടുണ്ടായി. അവർക്കുള്ള ഒരു ഭയങ്കര ഹിറ്റാണ് ആ പ്രത്യേക പ്രോഗ്രാമിൽ. സാത്താന്റെ ത്രിമൂർത്തിക്കുള്ള ഹിറ്റാണ് ദൈവം ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യും. നമുക്ക് മുൻപോട്ട് പോകാൻ കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. സിംഹാസനത്തിൽ, ഏതിന്റെ? മൃഗത്തിന്റെ സിംഹാസനത്തിൽ ദൈവം തന്റെ ക്രോധ കലശം 5-ാമത്തെ ദൂതൻ എറിയുന്നു. അപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ? അവര് ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടു. 6-ാമത്തെ കാര്യം നാം വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും വായിക്കുകയും ചെയ്യണം എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. 6-ാമത്തെ നമ്മള് 12 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാരുടെ വഴി. ഇതൊക്കെ ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, വളരെ വളരെ ശ്രദ്ധയോടെ. കാരണം ഈ ഒരു ഭാഗം നമ്മൾ പല നിലകളിൽ മെസ്സേജ് കേൾക്കുകയും, യൂഫ്രട്ടീസ് എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കുന്ന, ഇതൊക്കെ നമ്മുടെ മനസ്സിലൊരു വലിയ പിക്ചറുണ്ട്, ഓൾറെഡി ഉണ്ട്. നമ്മൾ അനേക പ്രസംഗങ്ങൾ ഒരുപക്ഷെ ഇതിനോട് ബന്ധപ്പെട്ട് കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതുപോലെ ശ്രദ്ധിക്കുവാനായിട്ട് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഓർപ്പിക്കുന്നു. നമുക്ക് 12 മുതലുള്ള വാക്യം വീണ്ടും വായിക്കാം. ദൈവവചനം നോക്കണം, വായിക്കണം. എന്നോട് ഒരുമിച്ച് അത് നോക്കുകയും വായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രത്തോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും, മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലും, ഒന്ന് ശ്രദ്ധിച്ചോണേ ഈ പദപ്രയോഗങ്ങൾ, ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന്, ഈ പദപ്രയോഗങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കണം, ശ്രദ്ധയോടെ വായിക്കണം. ഇവ, ഏതിവ? 13-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന മഹാസർപ്പം അത് സാത്താനാണ്. മൃഗം അത് കള്ളക്രിസ്തുവാണ്, എതിർ ക്രിസ്തുവാണ്. 3-ാമത്തത് കള്ളപ്രവാചകൻ. കള്ളക്രിസ്തു, കള്ളപ്രവാചകൻ, മൃഗം, മഹാസർപ്പം സാത്താൻ. തൃത്വം, സാത്താന്റെ തൃത്വം, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. അത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ആ കാര്യം
പ്രത്യേകിച്ച് 13-ാം അധ്യായത്തിലെ കാര്യമാണ് ഇവിടെ വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തില് എന്ന് പറഞ്ഞാൽ സർവഭൂതലത്തിലുമുള്ള ഇവിടെ രാജാക്കന്മാരെന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സർവഭൂതലത്തിലുമുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എന്ന് വേണമെങ്കിലും പറയാം. ഇന്ന് ഇത് നമ്മളിത് വായിക്കുമ്പോഴേ 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണ്. ഇന്ന് വായിക്കുമ്പോൾ ലോകം ഒരു ഏകാധിപതിയെ കണ്ടെത്തുവാൻ ലോകത്തിലുള്ള എല്ലാ ധനിരാഷ്ട്രങ്ങളും ഒരുമിച്ച് ചേർന്ന് ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് നമ്മുടേതായിരിക്കുന്ന സാഹചര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹോപദ്രവ സമയത്ത് ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം ദൈവസഭയെ ഈ ഭൂമിയിൽ നിന്ന് തന്റെ സന്നിധിയിലേക്ക് ചേർത്തതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ ചിഹ്നങ്ങൾ ഇപ്പോഴേ നാം കണ്ടു തുടങ്ങി. അതൊക്കെ കർത്താവിന്റെ മധ്യാകാശ വരവിന്റെ ചിഹ്നമാണെന്ന് വിശ്വസിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്, പഠിക്കരുത്, പഠിപ്പിക്കരുത്. കാരണം കർത്താവിന്റെ മധ്യാകാശ വരവിൽ ഒരു ചിഹ്നങ്ങളും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതൊന്ന് ശ്രദ്ധിച്ചോണം, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. എന്നാൽ മഹോപദ്രവ സമയത്ത് സംഭവിക്കുവാൻ പോകുന്ന കാലങ്ങളുടെ ചിഹ്നങ്ങളൊക്കെ ആയിട്ട് നമുക്കതിനെ ഗ്രഹിക്കണം. എന്നാൽ ഇപ്പോഴും നമ്മുടെ മുൻപിൽ തന്നെ ആ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ, ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട്, ശ്രദ്ധിച്ചോ, ഞാൻ മുൻപേ ഓർപ്പിച്ചായിരുന്നു, അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഇനിയും ഒരു വാക്യം കൂടെ വായിക്കാം, 16-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ഹർമഗദോൻ എന്ന് പറയുന്ന ഈ ഹർമഗദോൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നു. യൂഫ്രട്ടീസ് നദി എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നു. ഈ ഒരു കാര്യം ഞാൻ ഒന്ന് പഠിക്കാനും ചിന്തിക്കാനും, ഹർമഗദോൻ, നമ്മൾ സ്വാഭാവികമായിട്ട് ഹർമഗദോനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വാക്ക് അങ്ങ് ചേർത്ത് പോവുകയാണ്. എന്താണെന്ന് അറിയാമോ? നമ്മൾ എപ്പോഴും സംസാരിച്ചാലും ഹർമഗദോൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതൊരു യുദ്ധത്തിന്റെ പേരായിട്ടാണ് നമ്മുടെ മനസ്സിൽ, പൊതുവെ വിശ്വാസികളുടെ മനസ്സിലുള്ളത്. ശ്രദ്ധിച്ചോ, ഞാൻ ഈ പറഞ്ഞത് ഹർമഗദോൻ എന്ന് പറഞ്ഞ് നിർത്താതെ ഹർമഗദോൻ യുദ്ധം എന്ന് നമ്മൾ ചേർത്ത് പറയാറുണ്ട്. അതിന് കാരണവുമുണ്ട്, അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന പദപ്രയോഗം ബൈബിളിൽ എങ്ങുമില്ല. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ, ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ അതൊരു സ്ഥലത്തിന്റെ പേരായി ഹർമഗദോൻ. അവിടെ പല യുദ്ധങ്ങളും കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചത് കൊണ്ട് ആ സ്ഥലത്തോട് ചേർന്ന യുദ്ധത്തെ കൂടെ നമ്മൾ അങ്ങ് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഓർപ്പിച്ചത് ഇത്രമേ ഉള്ളൂ. ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന പദപ്രയോഗം ബൈബിളിൽ, അതൊന്ന് മനസ്സിൽ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇതിനെ കുറിച്ച് 14-ാം വാക്യം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ സ്ഥലത്തെ കുറിച്ച് 14-ാം വാക്യം പറയുന്നത് സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധം. അത് നമ്മളിപ്പോ 19-ാം അധ്യായം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ഥലത്തെ പല നിലകളിലാണ് നമുക്ക് അർത്ഥമാക്കുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് ദൈവദാസന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് സൈന്യങ്ങൾ ഒരുമിച്ചു കൂടുന്ന സ്ഥലം, ഇപ്പൊ ഹർമഗദോൻ, മൗണ്ട് ഓഫ് മെഗിദ്ദോ എന്ന് പറയുന്നതാണെന്നാണ് കറക്റ്റ്. അതൊരു പ്രത്യേക സ്ഥലമാണ്, യുദ്ധത്തിന്റെ പേരൊന്നുമല്ല, അതൊരു പ്രത്യേക സ്ഥലമാണ് ഈ മെഗിദ്ദോ, ഈ ഹർമഗദോൻ എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ ഒരു കാര്യം വളരെ അത്ഭുതമാണ്. പണ്ടേ ദൈവം, ഒന്ന് ശ്രദ്ധിച്ചോണം, ഞാനൊരു വാക്ക് ഓർപ്പിക്കുക,
വലിയവനായിരിക്കുന്ന ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, ഇസ്രായേലിനെ തിരഞ്ഞെടുത്തപ്പോൾ, അവിടെ ഭംഗിയായിരിക്കുന്ന ഈ പറയുന്ന ഇത്രയും പേർ ഒരുമിച്ച് കൂടി യുദ്ധം ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥലം ദൈവം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനു വേണ്ടി അർമ്മഗദോൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലം, അതിന് പറയുന്ന ഒരു പ്രത്യേക വാക്കാണ്, ഇതിന്റെ അർത്ഥത്തിന് വേണ്ടി പറയുന്നതാണ് സൈന്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, കൂട്ടക്കൊല നടക്കുന്ന സ്ഥലം, കശാപ്പ് ശാല എന്നൊക്കെ ഒത്തിരി അർത്ഥങ്ങള് ഈ പ്രത്യേകമായിരിക്കുന്ന സ്ഥലത്തിന് പറയാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിക്കുക, ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന നാം ചിന്തിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിൽ നിന്നും, അല്ലെങ്കിൽ യെരൂശലേം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് ഈ സ്ഥലം. ഇത് യെരൂശലേമിലാണ് നടക്കുന്നതെന്ന് ചിന്തിക്കരുത്. ഞാൻ അതിനൊരു ഒരു ചെറിയ ഞാനൊരു മാപ്പ് ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കാണണേ. ഇതാണ് ഇസ്രായേലിന്റെ മാപ്പ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്, ടോട്ടലായിട്ട് കാണുന്നതാണ് ഇസ്രായേലിന്റെ മാപ്പ്. ശ്രദ്ധിച്ചോണേ, ഒരു തെറ്റ് സംഭവിക്കുന്ന എവിടാന്ന് ചോദിച്ചാൽ അത് കാണിക്കാനായിട്ടാണ്. ഇപ്പം ഇതൊരു 3 കട്ടിംഗ് പിക്ചേഴ്സ് ഉണ്ട്. ഒന്ന് ഇസ്രായേലാണ്, ടോട്ടലി സൗത്ത് ആൻഡ് നോർത്ത് എല്ലാം ഉണ്ട്, യെരൂശലേം ഉണ്ട്, എല്ലാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ദൈവവചനത്തില് ഞാനത് വളരെ പെട്ടെന്ന് ഓർപ്പിക്കാം. നമ്മൾ എന്ത് പെട്ടെന്ന് മലയാളത്തിൽ ഒരല്പം പ്രയാസം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് അത് മനസ്സിലാകാനായിട്ട്. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ഫസ്റ്റ് കിങ്സ് 21:23. ഫസ്റ്റ് കിങ്സ് 21:23. 1 രാജാക്കന്മാർ 21:23. ഒന്ന് രാജാക്കന്മാർ 21:23. ഇസ്രായേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഇസ്രായേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. മതി. ഇപ്പൊ വായിച്ച എന്താണെന്ന് അറിയാമോ ഡാഡി? ആ സ്ഥലത്തിന്റെ പേര് വായിച്ച എന്താണെന്ന് അറിയാമോ? ഇത് നമുക്ക് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ചൊക്കെയാ നമുക്കറിയാം. പക്ഷെ ആ ഒന്നുകൂടെ വായിച്ചാട്ടെ ഡാഡി, ഒന്നുകൂടെ വായിച്ചാട്ടെ. അതെ, ഇസ്രായേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഇസ്രായേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. ആക്ച്വലി അവിടെ മലയാളത്തിൽ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ അഥവാ ടൈപ്പ് ചെയ്തേക്കുന്നത് ഇസ്രായേലിന് തന്നെയാണ്, അല്ലേ? കുഞ്ഞുങ്ങളോ മറ്റ് ഇംഗ്ലീഷ് വായിക്കുവാൻ കഴിയുന്ന ഇസ്രായേൽ നാമം ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കാമോ? കുഞ്ഞുങ്ങളായിട്ട് ആരെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്ന എന്റെ സഹോദരങ്ങൾ ആരെങ്കിലും അതൊന്ന് ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിക്കാമോ? And of Jezebel also spake the Lord, saying, the dogs shall eat Jezebel by the wall of Jezreel. വളരെ ശ്രദ്ധിക്കണം ഈ ഒരു സംഗതി. Jezreel. നമ്മള് ഇത് ഇപ്പോൾ വരെയും വായിച്ചു പഠിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്ത, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലരികെ വെച്ച് തിന്നുകളയുമെന്നാണ്. പക്ഷേ ഇംഗ്ലീഷും കൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ അങ്ങ് വായിക്കുമ്പോ ഇതങ്ങ് ഇസ്രായേലായി പോകുന്നതാണോ എന്തോ. അതിന്റെ 15-ാമത്തെ വാക്യവും അത് തന്നെയാ. ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ
ദിസ് ഈസ് ആക്ച്വലി ജസ്രയേൽ, നോട്ട് ഇസ്രായേൽ. വളരെ ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ബൈബിളും കൂടെ ഒന്ന് ചേർത്ത്, അതുകൊണ്ട് ഞാൻ ഈ മാപ്പ് ഇവിടെ ഇന്ന് പ്രസന്റ് ചെയ്യാനായി. ഇത് നമ്മൾ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇതെല്ലാം സംഭവിച്ചത് ഇസ്രായേലിലാണെന്നാണ് നമ്മുടെ ചിന്ത. ഇത് ഇസ്രായേൽ എന്ന് പറയുന്നതല്ല. ഇസ്രായേൽ നാമം ISRAEL എന്നാണ് ഇസ്രായേൽ എന്ന് വരാം. പക്ഷെ ഇംഗ്ലീഷിൽ ISRAEL അല്ല, JEZREEL. ജസ്രയേൽ വാലി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഈ ഒരു മാപ്പിൽ നടുക്ക് കാണിച്ചേക്കുന്ന മാപ്പില് ഈ റെഡ് പോർഷൻ കണ്ടോ? ഈ റെഡ് പോർഷനിലാണ് ഈ ഒരു ജസ്രയേൽ വാലി. ഇന്ന് നമ്മൾ നോക്കിയാൽ ഈ വാലിയാണ് ഈ സംഭവം. ഒന്ന് നോക്കിക്കേ, ഇത് ഇസ്രായേൽ തന്നെയാണ്, പക്ഷെ അത് ഇസ്രായേൽ അല്ല, ജസ്രയേൽ വാലിയാണ്. ഈ വാലിയാണ് ഇപ്പം പ്രസന്റ്ലി ഉള്ള ഒരു വാലിയാണ്. ഞാനത് ഇപ്പം ഗൂഗിളിൽ നിന്ന് എടുത്ത പിക്ചറാണിത്. ഇന്ന് പകല് പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇന്ന് ഗൂഗിളിൽ നിന്ന് എടുത്ത പിക്ചറാണ്. നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ സമയങ്ങളും തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ ഇങ്ങനെ പറയട്ടെ. ജസ്രയേൽ വാലി, നോട്ട് ഇസ്രായേൽ. ആ ഒരു ഒത്തിരി ഭാഗങ്ങളിൽ അതുണ്ട് കേട്ടോ. 2 രാജാക്കന്മാർ 9:17 ഇത് തന്നെയാണ്. ജോഷുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ വായിക്കും. ജസ്രയേൽ താഴ്വര എന്നാ വരേണ്ടത്. പക്ഷെ അതിന്റെ ആ വള്ളി പുള്ളികളൊക്കെ നമുക്ക് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. വള്ളി പുള്ളി ഒന്നും തെറ്റിപ്പോകരുത്. പക്ഷെ എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്കിൽ വള്ളി പുള്ളികളൊക്കെ മാറിയപ്പം സ്ഥലം തന്നെ മാറി. ദൈവത്തിന് എത്രയോ ദൈവത്തിന്റെ ആത്മാവ് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. വള്ളി പുള്ളി ഒന്നും തെറ്റിപ്പോകല്ലേ, മാറ്റല്ലേ. മാറ്റി കഴിഞ്ഞാല് ജസ്രയേൽ ഇസ്രായേലാണ്. അത് ഒന്ന് മനസ്സിൽ കരുതിക്കൊള്ളുവാൻ വേണ്ടി മാത്രം ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അർമ്മഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത്, അർമ്മഗദോൻ യുദ്ധമല്ല, അർമ്മഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മഹാദിവസത്തിലെ ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നു. ആ സ്ഥലം ജസ്രയേൽ താഴ്വര. അനേക യുദ്ധങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഇനി നടക്കാൻ പോകുന്ന യുദ്ധവും അവിടെ തന്നെയാണ്. ഈ യുദ്ധം എന്ന് പറയുന്ന ആർക്കാണെന്ന് അറിയാമോ? ലോക ജനതയ്ക്കാണ്, നമ്മക്ക്. ഈ ഹർമ്മഗദോൻ ലോകത്തിന്റെ മുൻപിൽ ഒരു യുദ്ധക്കളമാണെങ്കിൽ, എന്റെ വാക്ക് ശ്രദ്ധിക്കുക, ഹർമ്മഗദോൻ എന്ന് പറയുന്ന സ്ഥലം ലോകത്തിന്റെ മധ്യത്തിൽ ഒരു യുദ്ധക്കളമാണെങ്കിൽ, ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് അത് ദൈവം അതിനെ കാണുന്നത് ഒരു യുദ്ധമായിട്ടല്ല. യുദ്ധമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ആ സ്ഥലത്തെ കുറിച്ച് ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് ദൈവത്തിന്റെ ഒരു അത്താഴത്തിന്റെ ദിവസമാണ്. അത് ശ്രദ്ധിച്ചപ്പോ ഒരു വലിയ ചിന്ത ഉണ്ടായി കാണും. പെട്ടെന്ന് 19-ാം അധ്യായം ഒന്ന് നോക്കിയാട്ടെ. നമുക്ക് എല്ലാം ഞാൻ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നാലും ഞാൻ ഈ പറഞ്ഞല്ലോ, 19-ാം അധ്യായത്തിന്റെ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 17 മുതൽ ഉള്ള ചില വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും, ശ്രദ്ധിച്ചോ, സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായവരായ എല്ലാവരുടെയും മാംസവും തിന്നുവാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നു കൂടുവീനെന്ന് ഉറക്കെ കുറിച്ചു പറഞ്ഞു. 21-ാം വാക്യത്തിന്റെ അവസാനം, ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ആ ഒരു വാക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അയച്ചെന്നുള്ള കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതലാക്കി ചിന്തിക്കും. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്ന അറിയാമോ? ലോകം ഒരു വലിയ യുദ്ധത്തിനായിട്ട് ഹർമ്മഗദോൻ
എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ യുദ്ധത്തിനായിട്ട് ആർക്കെതിരെയാണെന്ന് അറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിനും അവന്റെ സൈന്യത്തിനുമെതിരെ. എന്നാൽ ദൈവം ഇതിനെ കാണുന്ന എന്തായിട്ടാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ കാഴ്ചയിൽ അവനൊരു അത്താഴം ഒരുക്കുക. ആർക്കു വേണ്ടിയാണെന്ന് അറിയാമോ? പക്ഷികൾക്ക് വേണ്ടി. പല വെറൈറ്റി വിഭവങ്ങളാണ് കർത്താവ് നൽകാൻ പോകുന്നത്, ദൈവം നൽകാൻ പോകുന്നത്. കാരണം എന്താണെന്നറിയാം? തന്റെ ഭക്തന്മാരുടെ രക്തം ഒഴുക്കിയ ഈ ലോകത്തിൽ ആ ജനതയുടെ, രാജാക്കന്മാരുടെ, ലീഡേഴ്സിന്റെ ഒക്കെ മാംസങ്ങളെ വെറൈറ്റി ആയിട്ട് താൻ വിളിച്ചു വരുത്തി അത്താഴമായിട്ട് നൽകുന്ന ഒരു ദിവസം. ഇന്ന് നാം വേദനപ്പെട്ട് വ്യത്യസ്തമായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ദൈവമക്കൾക്കെതിരായിട്ടുള്ള അനേക അറ്റാക്കുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും തുടരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിന് സന്തോഷിപ്പാനും ദൈവത്തെ സ്തുതിക്കുവാനും ഉള്ളത്. കർത്താവെ, എന്നെ ഈ നിത്യമായിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷിച്ച് നിന്റെ മകനാക്കി, മകളാക്കി തീർത്തല്ലോ. അതോടൊപ്പം തന്നെ അവിടുന്ന് ന്യായം ചെയ്യുവാൻ നീതിമാനാണ്. തക്ക ശിക്ഷ നൽകി ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മഹത്വത്തെയും സ്നേഹത്തെയും നമ്മളോടുള്ള കരുതലിനെയും ഓർത്ത് വീണ് വണങ്ങി വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ ഈ അവസാന നാളുകളിൽ അവനെ സേവിപ്പാൻ, വേദനകൾ വരുമ്പോൾ മറുതലിക്കാതെ മാനസാന്തരപ്പെട്ട് ദൈവകൃപയ്ക്കായിട്ട് അപേക്ഷിച്ച് അവന്റെ കാൽക്കൽ വീണ് അവനെ മാത്രം സ്നേഹിച്ച് അവന് മാത്രം എന്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകി അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തുടർന്നും ജീവിക്കുവാൻ ഈ പഠനം സഹായിക്കട്ടെ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജീവിക്കുവാൻ, അവന്റെ ശോഭ കണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള ആ ആർത്തി എന്റെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അധികമായി ഉരുവാകട്ടെ. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. അവന്റെ നാമം എന്ന്